പേരിടാൻ പേടിക്കണമെന്നാണ് ചോദ്യം. പേടിക്കണോ സുജയ? പേരിടാൻ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സിനിമയിൽ സംതിങ് ഫിഷി, ഈ സിനിമയുടെ ഈ റിലീസ് നാളെ നടക്കാത്തതിന് പിന്നിൽ എന്തൊക്കെയുണ്ട് എന്നതാണ് ഞാൻ ന്യായമായും സംശയിക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ, BJP-ക്കാരനായ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് പോലും ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല എന്നൊരു പറഞ്ഞു വരത്തൽ നല്ല രീതിയിൽ ഈ സിനിമയുടെ ടൈറ്റിൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം MP പത്മകുമാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് അതിനാധാരമായി ഒരു സംശയമായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അന്ന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. MP പത്മകുമാറിന്റെ കേസ് എന്താണ് എന്നത് ഞാൻ പരിശോധിച്ചു. MP പത്മകുമാറിന്റെ കേസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ടോക്കൺ നമ്പർ, അതാണ് ആ സിനിമയുടെ പേര്. ടോക്കൺ നമ്പർ എന്ന സിനിമയിൽ ജാനകി, എബ്രഹാം 2 കഥാപാത്രങ്ങൾ. ആ 2 കഥാപാത്രങ്ങളിൽ ഒന്നിന്റെ പേര് മാറ്റണം. അതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൽ എബ്രഹാം എന്ന പേര് മാറ്റിക്കഴിഞ്ഞാൽ അത് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എബ്രഹാം എന്ന പേരും അയാളുടെ പ്രസൻസുമാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് അതിലെ ജാനകിയുടെ പേര് മാറ്റുകയാണ്. ആ ജാനകിയുടെ പേര് മാറ്റി ജാനകിയെ ജയന്തിയാക്കുകയാണ് MP പത്മകുമാർ ചെയ്തത്. അത് നടക്കുന്നത് കഴിഞ്ഞ അധികം ദൂരെയൊന്നുമല്ല, മെയ് മാസം 22-ാം തീയതിയാണ് സെൻസർ ബോർഡിനെ പത്മകുമാർ സമീപിച്ചത്. ഇന്ന് വാദിക്കുന്ന ഒരാൾ പോലും, അതായത് B ഉണ്ണികൃഷ്ണൻ, ആൻഡോ സർ ഇവിടെ വലിയ ആർജവത്തോടെ ചൂണ്ടിക്കാട്ടിയ B ഉണ്ണികൃഷ്ണൻ ഈ കാര്യത്തിൽ പത്മകുമാറിന്റെ ഒപ്പം നിന്നിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, പത്മകുമാറിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇവിടെ JSKയുടെ പ്രദർശനം തടഞ്ഞ നടപടി സെൻസർ ബോർഡിനെതിരെ ജൂൺ 22 മുതൽ ഇന്ന് വരെ B ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ബൈറ്റുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായുള്ള ഒരു പിന്തുണ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് B ഉണ്ണികൃഷ്ണൻ കൊടുക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ സെൻസർ ബോർഡിനെതിരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറഞ്ഞു എന്നതാണ് B ഉണ്ണികൃഷ്ണന്റെ 22-ാം തീയതിയിലെ സൗണ്ട് ബൈറ്റ്. ആര് പറഞ്ഞു? അണിയറ പ്രവർത്തകർ നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ തത്സമയം കൊടുത്തതാണ്. സംവിധായകൻ പറയുന്നു ഞങ്ങളെ വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ രേഖാമൂലം ഒരു കാര്യം പോലും അറിയിച്ചിട്ടില്ല, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇതെല്ലാം പറയുന്നത് സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ B ഉണ്ണികൃഷ്ണൻ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി? ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞോ സെൻസർ ബോർഡിലെ ആളുകൾ? അല്ല, B ഉണ്ണികൃഷ്ണനോട് പറഞ്ഞോ? B ഉണ്ണികൃഷ്ണനാണ് ഇക്കാര്യം ആദ്യമായി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് സിനിമയുടെ സംവിധായകൻ, ആ സിനിമയിലെ നായക കഥാപാത്രമായ സുരേഷ് ഗോപി, ഇവരാരും ഈ പ്രതികരണം ഈ നിമിഷം വരെ നടത്തിയിട്ടില്ല. JSK എന്ന പടവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയാൻ ചുമതലപ്പെട്ട ആളുകൾ ആരെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ എന്നതാണ് ചോദ്യം. ഇവിടെ സംവിധായകന്റെ തന്നെ പ്രതികരണം വരുന്നത് ഈ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം. പക്ഷേ ഇത് ഞാൻ എടുത്തു നോക്കി, സൗണ്ട് ബൈറ്റ് B ഉണ്ണികൃഷ്ണന്റെ കിടക്കുന്നത് 22-ാം തീയതിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ 26-ാം തീയതി. 4 ദിവസം മുൻപേ അപ്പോൾ B ഉണ്ണികൃഷ്ണൻ ഇതെങ്ങനെ അറിഞ്ഞു? B ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക? അപ്പോൾ സെൻസർ ബോർഡിനെ കുറിച്ച് പറഞ്ഞത് അന്ന് ഈ MP പത്മകുമാറിന്റെ സിനിമയ്ക്ക് പ്രശ്നമുള്ളതിനെ കുറിച്ച് ഈ B ഉണ്ണികൃഷ്ണൻ അറിയാമല്ലോ. അന്നും ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്നത് ഇതേ B ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ B ഉണ്ണികൃഷ്ണൻ അന്ന് എന്തുകൊണ്ട് ഈ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് തന്നില്ല? ഈ സംഭവം നടക്കുന്ന മെയ് 22-നാണ്. മെയ് 22 മുതൽ ഇന്ന് വരെയുള്ള B ഉണ്ണികൃഷ്ണന്റെ പ്രതികരണങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തു നോക്കി, വന്നിട്ടില്ല എന്നതാണ് വസ്തുത. B ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ 2 നീതിയാണോ? സുരേഷ് ഗോപി ഉന്നത കുലജാതനായതുകൊണ്ടാണോ B ഉണ്ണികൃഷ്ണൻ ഇത്ര പെട്ടെന്ന് ഇതിൽ ഇടപെട്ടത്? സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടാണോ? എന്താണ് അതിന്റെ കാരണമെന്ന് B ഉണ്ണികൃഷ്ണൻ പറയണം. കാരണം ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ B ഉണ്ണികൃഷ്ണൻ കൃത്യമായി ആ കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം. എന്തുകൊണ്ട് അന്ന് MP പത്മകുമാറിന്റെ പടത്തിന് ടോക്കൺ നമ്പറിനില്ലാത്ത നീതി JSKക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? അതോ സുരേഷ് ഗോപി ആയതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ B ഉണ്ണികൃഷ്ണൻ ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ JSK എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആഗോള റിലീസാണ് പടം, സുരേഷ് ഗോപി നായകനായിട്ടുള്ള പടമാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ MP പത്മകുമാറിന്റെ പടത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതിനുശേഷം 22-ാം തീയതിയിലെ പ്രതികരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വിമർശനവുമായി വരികയാണ് സെൻസർ ബോർഡിന്റെ ഇടപെടലിനെ കുറിച്ച്. അതോടൊപ്പം ഇന്ന് പ്രതികരണം വരുന്നുണ്ട് B ഉണ്ണികൃഷ്ണന്റെ. തുടർച്ചയായി ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനതിനെ അഭിനന്ദിക്കുകയാണ്. B ഉണ്ണികൃഷ്ണനെ വിമർശിക്കുകയല്ല, അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി നായകനായ ചിത്രത്തിനോട് കാണിക്കുന്ന ആ ഒരു താല്പര്യം എല്ലാ സിനിമകളുടെയും കാര്യത്തിൽ ഉണ്ടാകണം. അന്ന് MP പത്മകുമാറിന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ സിനിമയ്ക്ക് വിഷയം ഉണ്ടാകില്ല. അന്നും ജാനകിയായിരുന്നു വിഷയം. ആ ജാനകിക്കില്ലാത്ത നീതി ഈ ജാനകിക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താണ് എന്നതാണ് ഈ വിഷയത്തിൽ എന്റെ ചോദ്യം. അല്ല, ആ സിനിമയിൽ പേര് മാറ്റി ജാനകിയെ മാറ്റി ജയന്തിയാക്കി സർ. അന്നില്ലാത്ത പ്രതിഷേധം, ആരുടെയും പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. മെയ് 22 മുതൽ ജൂൺ 9 വരെ ഇന്ന് വാദിക്കുന്ന ആരും ഒപ്പം നിന്നില്ല എന്ന് പറയുകയാണ്. ആ സിനിമ അന്ന് റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ആ സിനിമ ജൂൺ 9-നാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അല്ല, ബാക്കി ഞാൻ പറയാം, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ഈ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അന്ന് ആരുമില്ല ചോദിക്കാൻ. MP പത്മകുമാറിന് നീതി ലഭിക്കാത്തതിനെ കുറിച്ച് പരാമർശിച്ചു പോകാനാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ വിവേക്
അഗ്നിഹോത്രിയുടെ കാര്യത്തിലും ഈ രീതിയിലുള്ള വാദങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. വിവേക് അഗ്നിഹോത്രി ജൂറിയായി വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അതിലേക്കും വരാം. ഇവിടെ റിവൈസിംഗ് കമ്മിറ്റി മുംബൈയിൽ ചേരുന്നു. കേരളത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ സർട്ടിഫിക്കേഷൻ ആർക്കും എതിർപ്പില്ല. മലയാളം സിനിമയാണ്. ആ മലയാളം സിനിമയിൽ ചരിത്രപരമായ ഒരു പ്രമേയമല്ല എന്നവിടെ പറയുന്നുണ്ട്. 92 ഇടങ്ങളിൽ സുരേഷ് ഗോപി ജാനകി എന്ന പേര് പറയുന്നുണ്ടെങ്കിൽ ആ പേരുമാറ്റം എന്നതിന്റെ അർത്ഥം റീഡബിംഗ് ആണ്. റീഡബ് ചെയ്യണം. റീഡബ് ചെയ്ത് ഒരു ആഗോള റിലീസായിട്ടുള്ള പടം നാളെ എന്തായാലും ഇറക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ അവർ റീഡബ് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അങ്ങനെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കോടതിയിലാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നതാകാം, അല്ലെങ്കിൽ അദ്ദേഹം താരസംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് രംഗത്ത് വന്നതാകാം. അങ്ങനെയൊക്കെ നമുക്ക് കരുതാം. പക്ഷേ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്നത് എൻ്റെ ഒരു സംശയമാണ്. കാരണം ഈ സിനിമയുടെ റിലീസ് നാളെ നടക്കരുത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ റിലീസ് നാളെ നടക്കാതിരിക്കുന്നത് അത് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതിനായിട്ടുള്ളൊരു നീക്കമുണ്ടോ എന്നൊരു സംശയം അതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ്, അവരുടേതാണല്ലോ ഈ JSK വേഴ്സസ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം. കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്താണ് റീസൺ, കാരണം എന്താണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാരണം എന്താണ് എന്നത് ഇപ്പോൾ റിവ്യൂ കഴിഞ്ഞപ്പോൾ മറ്റൊരു സാധ്യതയില്ല, ഈ പേര് മാറ്റിയേ പറ്റൂ എന്നതിലേക്ക് എത്തുകയാണ്. ആ കാര്യം കൂടി നാളെ കോടതി പരിഗണിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രതീക്ഷ ഹൈക്കോടതിയിലാണ്. കാരണം ജാനകി എന്ന പേര് അതിൽ സീതാദേവിയുടെ കഥയുമായി അല്ലെങ്കിൽ സീതാദേവി ഉൾപ്പെടുന്ന ഏതെങ്കിലും ചരിത്ര മുഹൂർത്തങ്ങളുമായി പുരാണ മുഹൂർത്തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി എന്തായാലും നല്ല രീതിയിൽ ഈ ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം. അല്ലാത്ത ഒരു ഘട്ടത്തിലും സുരേഷ് ഗോപി കൃത്യമായി ക്ഷേത്രങ്ങളിൽ പോകുന്ന, ക്ഷേത്രാരാധനയിൽ വിശ്വാസങ്ങളിലെല്ലാം വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്നയാളാണ്. അത് MP-യും മന്ത്രിയും ആകുന്നതിന് മുൻപ് തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാൾ എന്തായാലും സീതാദേവിയെ മോശമാക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കില്ലല്ലോ. അപ്പോൾ അതല്ല വിഷയം, സീതാദേവി എന്നതല്ല ഇതിലെ വിഷയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കോർട്ട് റൂം ത്രില്ലറാണ്. ഒരു കോർട്ട് റൂം ത്രില്ലറായിട്ടുള്ള ഒരു ഗംഭീര സിനിമയായി ഇത് നാളെ ഇറങ്ങരുത് എന്നതാണോ ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ള കാര്യം എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ മാഡം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ദൈവങ്ങളുടെ പേര് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് ഏത് പേരാണുള്ളത്? ഇപ്പോൾ എൻ്റെ പേരിൽ തന്നെ പാർവതിയുണ്ട്. അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ എൻ്റെ പേര് പൂർണ്ണമല്ല. എൻ്റെ മകളുടെ പേര് ജാനകി എന്നാണ്. ആ പേര് ഇടുന്നത് അതൊരു ദൈവത്തിൻ്റെ പേരാണ്, നിങ്ങൾ പേരിടാൻ പാടില്ല. അങ്ങനെയല്ല, ഈ വിഷയത്തിൽ മറ്റെന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിയാലിറ്റി പുറത്തു വരണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലാത്സംഗത്തിനിരയാകുന്ന ഒരു സ്ത്രീയുടെ അതിജീവന കഥ പ്രമേയമാകുന്ന ഒരു സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് പോകണമെന്ന് പറയുന്നു. നേരത്തെ ജാനകിയും എബ്രഹാമും വരുമ്പോൾ ആ ജാനകി എന്തുകൊണ്ട് മാറ്റണം എന്നുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ഉണ്ടാകില്ല. കാരണം അന്ന് ആദ്യത്തെ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് പോകണം. നാരായണീൻ്റെ 3 ആൺമക്കളൊക്കെ ഇവിടെ ഇറങ്ങിയതാണല്ലോ. നാരായണി എന്ന് പറയുന്നതും ആരുടെ പേരാണ്, ആരുടെ പര്യായമാണ്, അതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നാരായണീൻ്റെ 3 ആൺമക്കൾക്കും എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്കും അതുപോലെ തന്നെ ഈ ഇല്ലാത്ത പ്രശ്നം ഇവിടെ എബ്രഹാമിനും ജാനകിക്കും വരുമ്പോൾ ഇടപെടാത്തത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ സെലക്റ്റീവാണ് ഇടപെടൽ എന്ന പോയിന്റാണ് ഞാൻ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ പേര് മാറ്റി ജയന്തിയാക്കി ജൂൺ 9 സെൻസർ സർട്ടിഫിക്കറ്റ് ഒക്കെ പത്മകുമാർ വാങ്ങി. അപ്പോൾ ആ വിഷയം അവിടെ കഴിയുന്നു. ഇവിടെ ബോളിവുഡ് ചിത്രം ഫുലയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. തൊട്ടടുത്ത് എമ്പുരാന് ശേഷം, എമ്പുരാനെ കുറിച്ചാണല്ലോ എല്ലാവരും പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ബോളിവുഡ് ചിത്രം ഫുലെ, ആ ഫുലയാണ് എമ്പുരാന് ശേഷം റീസെൻസറിങ്ങിന് വിധേയമായ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമായിരുന്നു. അന്ന് ഇത് സാവിത്രി ഫുലെയുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ ജീവിത കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിസ്മരിക്കപ്പെട്ടത് സാവിത്രി ഫുലെ തന്നെയാണ്. അപ്പോൾ അതിൽ സാവിത്രി ഫുലെക്ക് നേരെ ബ്രാഹ്മണനായ ഒരു കുട്ടി ചാണകമെറിയുന്നു, മറ്റൊരാൾ ചൂലുമായി നിൽക്കുന്നു. ഈ സീനുകളൊക്കെ വെട്ടിമാറ്റിയാണ് ആ സിനിമയ്ക്ക് അനുമതി കിട്ടുന്നത്. അവിടെയും ഈ തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നില്ല. പ്രതിഷേധം ഉയരേണ്ടത്, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു രംഗത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയായി നടക്കേണ്ടതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലാതെ 1 or 2 ഇടങ്ങളിൽ, ഇപ്പോൾ എമ്പുരാന്റെ കാര്യത്തിൽ ഒരു ഇടപെടൽ വരുന്നു, അത് കഴിഞ്ഞ് സുരേഷ് ഗോപി നായകനായ ചിത്രത്തിന്റെ കാര്യത്തിൽ ഒരു ഇടപെടൽ വരുന്നു, എന്നാൽ അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസായി എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലേക്ക് അത് ഉണ്ടാകുന്നില്ല. ഇവിടെ ജ്യോതി റാവു, സാവിത്രി ഫുലെയുടെ ഭർത്താവ്, ജ്യോതി റാവുവിന്റെ പ്രവൃത്തികളെ വിമർശിക്കുക, അതുപോലെ തന്നെ സാവിത്രിയെ പൊതുമധ്യത്തിൽ അപമാനിക്കുക, ഇത് രണ്ടുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിലറിലുണ്ടായിരുന്നത് ഈ ഫുലെ എന്ന സിനിമയിൽ. ആ ട്രെയിലർ കണ്ടിട്ടാണ് അന്നത്തെ ബ്രാഹ്മണ സഭയോ ബ്രാഹ്മണ സമൂഹം അവരുമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ രംഗത്ത് വന്നത്. എന്നിട്ട് അതിനുശേഷം സെൻസർഷിപ്പാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സിനിമ, അതായത് കങ്കണ റണൌട്ടിന്റെ എമർജൻസിക്കും ഇതുപോലെ തന്നെ വൈകുകയാണ്, സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുകയാണ് CBFC ചെയ്തത്. ആ കാര്യത്തിലും അന്ന് പ്രതിഷേധം വരുന്നതാണ്. പക്ഷെ അതൊന്നും കേരളത്തിൽ ആ രീതിയിലൊന്നും ചർച്ചയായിട്ടില്ല എന്ന് നമ്മൾ കാണുന്നതാണ്. അന്ന് ബോംബെ ഹൈക്കോടതിയാണ്. ഇവിടെ ഇപ്പോൾ കേരള ഹൈക്കോടതിയെ കോസ്മോസ് സമീപിച്ചിരിക്കുന്നു, അതുപോലെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 6 റിലീസ് ചെയ്യേണ്ടതാണ്, വൈകിപ്പോയത്. അന്ന് എതിരെ വന്നത് ശിരോമണി അകാലിദളാണ്. ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകളൊന്നും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണാം. അപ്പോൾ ആരുടെ എതിർപ്പ് കൊണ്ടാണ് ഈ റിലീസ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നതാണ് കാര്യം. അതോടൊപ്പം തന്നെ ഇതേ സുരേഷ് ഗോപി
എമ്പുരാൻ സിനിമയുടെ കാര്യത്തിൽ എൻ്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റിൽ. അക്കാര്യം അദ്ദേഹം തന്നെയാണ് പറയുകയും ചെയ്തത്. അന്ന് ജോൺ ബ്രിട്ടാസ് ആയിട്ടുണ്ടായ തർക്കമൊക്കെ ഓർമ്മ കാണുമല്ലോ. 2025 ഏപ്രിൽ 3 രാജ്യസഭയിൽ ആ തർക്കം നടക്കുന്നത്. അന്ന് എമ്പുരാൻ സിനിമ ക്രെഡിറ്റിൽ നിന്ന് പേരൊഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതിനൊപ്പം സുരേഷ് ഗോപി മറ്റൊരു സിനിമയെ കൂടി പറഞ്ഞിരുന്നു. ആ സിനിമയുടെ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എമ്പുരാനെ കുറിച്ച് സംസാരിക്കുന്നവർ TP 51 വെട്ട് എന്ന സിനിമ റീ റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? 2015 സെപ്റ്റംബർ 10 TP ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമാക്കിയ TP 51 എന്ന സിനിമ റിലീസിൽ നിന്ന് ഏറ്റെടുത്തതിന് ശേഷം 30ഓളം തിയേറ്ററുകളാണ് ഈ കേരളത്തിൽ പിന്മാറിയത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അതിനുശേഷം ഇതുപോലെ തന്നെ റിവൈസിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചാണ് പ്രദർശനാനുമതി നേടിയെടുത്തത്. സർക്കാരിന്റെ 5 തിയേറ്ററുകളിൽ മാത്രമാണ് ആകെ ആ സിനിമ റിലീസ് ചെയ്തത്. ആ സിനിമ എന്തായാലും അന്ന് ആ വിവാദം ഉണ്ടായപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആളുകൾ കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ JSKയ്ക്ക് പിന്നിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ പേരുമാറ്റത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. അത് നാളെ കേരള ഹൈക്കോടതി പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം പേരിടാൻ പേടിക്കണോ എന്നാണ്. പേരിടാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. പേരിടാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇവിടെ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതിനുള്ളിലിരിക്കുന്ന ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ നോ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഷുഡ് എവർ ബി സെൻസേർഡ് എന്നതാണ്. കാരണം നമ്മളിപ്പോൾ നടത്തുന്നതും ക്രിയേറ്റീവായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. അതുപോലെ തന്നെയാണ് മറ്റ് കലാരൂപങ്ങൾ, സിനിമയായാലും സാഹിത്യമായാലും സംഗീതമായാലും സീരിയലുകളായാലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം സെൻസർ ചെയ്ത് ഒഴിവാക്കി ഓരോ എപ്പിസോഡായിട്ട് പ്രദർശിപ്പിക്കാൻ ഇവർ തയ്യാറാകണ്ടേ? അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയലുകളിലൊക്കെ ഇതുപോലെ ജാനകിയും ജയന്തിയും എല്ലാം കടന്നു വരുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. മലയാളം സീരിയലുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സെൻസർ ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻസർഷിപ്പ് നിങ്ങൾ അതിനെ കണ്ടന്റിനെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും അത് വരണം. അല്ലാത്ത പക്ഷം ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻ അവിടെ നിൽക്കണം. പേരിടാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നിലവിലില്ല. അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തതുപോലെയുള്ള ഒരു കാര്യവും നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശം കൊടുത്ത് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. Meet the editors.